എറണാകുളം കച്ചേരിപ്പടിയിൽ റോഡ് സ്തംഭിപ്പിച്ച് സമരം നടത്തിയപ്പോഴാണ് ഇവിടെ വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ടെന്ന് നമുക്ക് ഈ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടെന്ന് ഇവിടെ നമുക്ക് തരുന്നത്. അങ്ങനെയാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. ശാശ്വതമായ ഒരു പരിഹാരം വൈപ്പിൻകരയ്ക്ക് തനതായിട്ടുള്ള ഒരു കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു അന്ന് മുതലുള്ള ആവശ്യം. നമുക്കറിയാം ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയാണ്. ആ സമിതിയുടെ ആവശ്യപ്രകാരമാണ് 6 കോടിയോളം രൂപ മുടക്കി നായമ്പലം ഞാറയ്ക്കൽ പഞ്ചായത്തിന്റെ ശുദ്ധജലക്ഷാമം ശാശ്വതമായി പരിഹരിക്കുവാനായിട്ട് 12 വർഷം മുമ്പ് എസ് ശർമ്മന്റെ MLA മന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ പണി തുടങ്ങിയ ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് പണി നിർത്തുകയും 12 വർഷങ്ങൾക്ക് ശേഷം ടാങ്കിന്റെ പണി പൂർത്തിയാക്കി. ആ ടാങ്കിന്റെ പണി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് പൊട്ടിപ്പൊളിച്ചുകൊണ്ട് സംസ്ഥാന പാത ഒന്നാകെ പൊട്ടിപ്പൊളിച്ചുകൊണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. റബ്ബറൈസ്ഡ് റോഡായിരുന്നു ഡോക്ടർ എം എ കുട്ടപ്പൻ അന്ന് ചെയ്തത്. ആ റബ്ബറൈസ്ഡ് റോഡ് സംസ്ഥാന പാത പൊട്ടിപ്പൊളിച്ചുകൊണ്ട് പൈപ്പ് ലൈൻ ഇട്ടു. ആ പൈപ്പ് ലൈൻ ഇടുവാൻ വേണ്ടി പൊട്ടിപ്പൊളിച്ച റോഡ് അതിനുശേഷം ഇപ്പോൾ പുനഃസ്ഥാപിച്ചു, ടാറിംഗ് ഒക്കെ നടത്തിയെങ്കിലും ടാങ്കിൽ ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. 1.5 വർഷം മുമ്പ് 12 കൊല്ലം മുമ്പ് തുടങ്ങിയ പണി തീർത്തു. പക്ഷേ നമുക്കറിയാം 1.5 വർഷം മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് MP രാജേഷ് വന്നുകൊണ്ട് ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ടാപ്പ് തുറന്നുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് അതിൽ പമ്പിങ് ആരംഭിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വാട്ടർ ടാങ്ക് നോക്കൂത്തിയായിട്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? ഞാറയ്ക്കൽ നായരമ്പലം പഞ്ചായത്തുകളുടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ ടാങ്ക് സ്ഥാപിച്ചത്. അതിനുശേഷം മുരുക്കുംപാടം, നമുക്കറിയാം മുരുക്കുംപാടത്ത് 4 കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് പണിത ടാങ്ക്, ആ 4 കോടിയോളം രൂപ മുടക്കി പണിത ടാങ്കും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വിരോധാഭാസമല്ലേ? ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടത്തിക്കൊണ്ട് ഇവിടെ അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമല്ലേ കുടിവെള്ളം? നമുക്കറിയാം 27 കിലോമീറ്ററോളം ഫോർ വൈപ്പിൻ മുതൽ മുനമ്പം വരെ നീണ്ടു കിടക്കുന്ന ഈ വൈപ്പിൻ പ്രദേശത്ത് ഞാറയ്ക്കൽ ഏരിയ വരുമ്പോഴാണ് 3.5 കിലോമീറ്ററോളം വീതി വരുന്നത്. ആ വീതി വൈപ്പിലെത്തുമ്പോൾ 3/4 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ ഒക്കെ ആയി കുറയും. അതുപോലെ മുനമ്പത്ത് എത്തുമ്പോൾ 2-2.5 കിലോമീറ്റർ ആയി കുറയും. ഇതിൽ ഭൂരിഭാഗം പടിഞ്ഞാറൻ കിഴക്കൻ ഏരിയയിലും ഭൂമി കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. ആ ഉപ്പുവെള്ളം കിട്ടുന്ന ആ ഒരു പ്രദേശമാണ്. ആകെ സെൻട്രൽ പോർഷനിൽ മാത്രമേ നല്ല വെള്ളം കിട്ടൂ. അപ്പൊ പെരുമാറാനും കുടിക്കുവാനും എല്ലാം ഉപയോഗിക്കേണ്ട ഈ വെള്ളം നമുക്ക് ലഭ്യമല്ല. അതിനാണ് സർക്കാർ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ചൊവ്വര പദ്ധതി ഉണ്ട്. ആ ചൊവ്വര പദ്ധതി ഞാറയ്ക്കൽ വരെയാണ്. ഹഡ്കോ പദ്ധതി പെരുമ്പുള്ളി വരെയാണ്. അപ്പൊ ഈ ചൊവ്വര ഹഡ്കോ പദ്ധതികളിലൂടെ വരുന്ന വെള്ളം ഒന്നരാടം ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കൃത്യമായി ആളുകൾക്ക് ലഭിക്കുന്നില്ല. ഈ ഒന്നരാടം ടാപ്പ് തുറന്നുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്കറിയാം ഈ വെള്ളം മുഴുവൻ ടാപ്പ് ഫുള്ളായിട്ട് തുറന്ന് നമുക്ക് തരുന്നുണ്ടോ? അതിന് ലൈഫ് പ്ലാന്റുകാരുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ വെള്ളം നശിക്കുന്നുണ്ടോ, പോകുന്നുണ്ടോ, വളഞ്ഞ വഴിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയത്തിന് നിവാരണം തരണം. കാരണം അതിനാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ധ്വംസിക്കുന്നു അവിടെയെല്ലാം കടന്നു ചെന്നുകൊണ്ട് ഞങ്ങൾ ശബ്ദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യാവകാശം പുനഃസ്ഥാപിക്കുവാനായിട്ട്. ഒരു മനുഷ്യന്റെ, ഒരു നികുതി അടയ്ക്കുന്ന മനുഷ്യന്റെ ഏറ്റവും പ്രധാന ആവശ്യം എന്താണ്? കുടിവെള്ളം, യാത്രാ സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് കുടിവെള്ളം നമുക്ക് ലഭിക്കുന്നില്ല. അതിവറുത്ത സംഭവം വരെയുണ്ട്. ഞങ്ങളൊക്കെ അന്ന് കച്ചേരിപ്പടിയിൽ സമരം നടത്തിയപ്പോൾ, എറണാകുളത്ത് ചെന്ന് സമരം നടത്തിയപ്പോൾ അവിടെ പോലീസ് അറസ്റ്റ് വലിച്ചുകൊണ്ട് ചെന്നു. അവിടെ അരി വറുത്താണ് ഞങ്ങൾ പ്രതിഷേധം നടത്തിയത്. മനസ്സിലായോ? കഞ്ഞി വയ്ക്കാൻ ഒരു തുള്ളി പോലും വെള്ളമില്ല, കുളിക്കുവാൻ വെള്ളമില്ല, പെരുമാറാൻ വെള്ളമില്ല. ഇവിടെ 2 ടാങ്ക് വെള്ളത്തിൽ നോക്കുവത്തിയായിട്ടിരിക്കുന്നു. ഇപ്പോഴും ഇലക്ഷൻ വരുന്നു.
ഈ ഇലക്ഷനിൽ ജനങ്ങളെ അഭിമുഖത്ത് വോട്ട് ചോദിക്കാനായിട്ട് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഭരിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ. കാരണം ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളം പോലും എത്തിച്ചു തരുവാനായിട്ട് സാധിക്കാത്ത ഈ ഭരണാധികാരികൾ അവരെങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ പടിഞ്ഞാറും കിഴക്കുമൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ചൂലും കെട്ടുകൊണ്ട് ഓടിച്ചിരുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ആ കഞ്ഞി വെക്കാൻ പറ്റുന്നില്ല, മക്കളെ സ്കൂളിൽ വിടാനായിട്ട് അല്ലെങ്കിൽ വസ്ത്രം വാഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതെല്ലാത്തിനും നമുക്ക് വേണ്ടത് നല്ല വെള്ളമാണ്. ടാങ്കർ ലോറിയിൽ എത്തിക്കുന്ന വെള്ളത്തിന് പര്യാപ്തതകളുണ്ട്, നമുക്കറിയാം. അത് സുലഭമായി ലഭിക്കില്ല. കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കടുത്ത വേനൽ വരുമ്പോൾ പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റി ഓഫീസിലൊക്കെ സമരത്തിന് ചെല്ലുമ്പോൾ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞ് തൽക്കാലം ആ സമരമൊക്കെ ആശ്വസിപ്പിച്ചു വിടും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പൊ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ വന്നിരിക്കുന്ന ബെന്നി ബെർണാഡൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിത്വമാണ്. കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ വന്ന് തന്നെ ചർച്ച നടത്തിയ ഓഫീസറായി എഞ്ചിനീയറായിട്ട്. അപ്പൊ പരിഹരിക്കാമെന്ന് പറഞ്ഞു വിടണല്ലാതെ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇനി വരുന്ന ഇന്ന് ഇപ്പൊ ജനുവരിയാണ്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേക്ക് കടുത്ത വേനൽ വരും. വെള്ളം നിറയ്ക്കുവാനില്ലെങ്കിൽ എന്തിനാ ടാങ്കുകൾ നോക്കുവൊക്കെയായിട്ട് 10 കോടിയോളം രൂപ മുടക്കി പണിതിട്ടിരിക്കുന്നത്? അതിനുള്ള മറുപടിയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഞങ്ങൾ ഇവിടെ കൊണ്ട് സമരം അവസാനിപ്പിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എറണാകുളത്ത്, അതുപോലെ ജില്ലാ കളക്ടർ റെസിഡൻസ്, ഇവിടെയൊക്കെ ഞങ്ങൾ സമരം നടത്തും. കാരണം ഞങ്ങൾ